ഹലോ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട സൂപ്പർ നാച്ചുറൽ ജോയ് നിറഞ്ഞ ഒരു 2026 ഞാൻ ആശംസിക്കുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ജോയ് എന്ന് വെച്ചാൽ എന്താണ്? അമാനുഷികമായ സന്തോഷം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞില്ല. ഈ ഹാപ്പി എന്ന് പറയുന്നത് നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആവുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വികാരമാണ് ഹാപ്പി. നമ്മൾ സന്തോഷം എന്ന് മലയാളത്തിൽ പറയും. നമ്മൾ ജോയ്ക്കും സന്തോഷം എന്ന് പറയാറുണ്ട്, പക്ഷേ വാസ്തവത്തിൽ അത് ആനന്ദമാണ്. അപ്പോൾ ഈ സന്തോഷവും ആനന്ദവും രണ്ടും ഒന്നല്ല. ഹാപ്പി എന്ന് പറയുന്നതും ജോയ് എന്ന് പറയുന്നതും രണ്ടും വളരെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ദൈവവചനത്തിൽ നമ്മൾ ഹാപ്പി കാണാറില്ല, പക്ഷെ നമ്മൾ ജോയ് കാണാറുണ്ട്. ആനന്ദത്തെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ആനന്ദമുണ്ടായിരിക്കണം. സൂപ്പർ നാച്ചുറൽ ജോയ്, നമുക്ക് മനസ്സിലാകാത്ത, നമ്മുടെ മാനുഷ്യ ബുദ്ധിയിൽ ഒതുങ്ങാത്ത ഒരു ആനന്ദം. അതാണ് ഈ പറയുന്ന അമാനുഷികമായ സൂപ്പർ നാച്ചുറൽ ഡിവൈൻ ജോയ്. നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നു ജനങ്ങളെല്ലാം കരയുക. അപ്പോൾ ജനം കരയുമ്പോൾ നെഹമ്യാവും കൂടെയുള്ള ലീഡേഴ്സും കൂടെ ജനങ്ങളുടെ അരികിൽ കടന്നുപോയി അവരോട് പറയാണ്, നിങ്ങൾ കരയരുത്. കാരണം എന്തെന്നറിയോ? യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. യഹോവയിങ്കലെ സന്തോഷം, അതിൻ്റെ അർത്ഥം യഹോവയുടെ, അതായത് നമ്മൾ പലപ്പോഴും പറയും കർത്താവിൽ സന്തോഷമല്ല, കർത്താവിൻ്റെ സന്തോഷം, ദ ജോയ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സന്തോഷം ദൈവം എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് തരുമ്പോൾ അത് എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ബബിളായി പുറത്തേക്ക് വരുന്നതാണ് എൻ്റെ സാഹചര്യത്തെ പോലും വ്യത്യാസം വരുത്തുന്നത്. സാഹചര്യം ദുഃഖം തരുന്ന സാഹചര്യമായിരിക്കും, സാഹചര്യം പ്രതികൂലമായിരിക്കും, പക്ഷെ ആ സാഹചര്യത്തിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്ന ഒരു ആനന്ദമുണ്ട്. അതാണ് ദൈവിക ആനന്ദം, ഒരു സൂപ്പർ നാച്ചുറൽ ജോയ്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് പഠിക്കുമ്പോൾ അവിടെ ഈ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെ ഈ ശിഷ്യന്മാരെ എല്ലാവരെയും, ഈ യെരുശലേമിലെ ഈ ഫരീശന്മാരുടെ ആ ഒരു സൻഹെദ്രിൻ കൗൺസിലെല്ലാം കൂടി അവരെ വിളിച്ച് അവരെ ഉപദ്രവിച്ച് അവർക്ക് വളരെയധികം അവരെ ഉപദ്രവിക്കുന്നു, അവരെ തല്ലിയിട്ട് അവരെ വിടുമ്പോൾ അവിടെ പറയുന്നത് they left the council rejoicing in the fact that they were counted worthy to suffer shame for Christ. അതായത് ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കാൻ അവരെ യോഗ്യരായി കണ്ടല്ലോ എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അവരവിടുന്ന് കടന്നുപോയി. എന്ത് കിട്ടിയിട്ടാ? തല്ല് കിട്ടുമ്പോൾ ആൾക്കിന് സന്തോഷിക്കാൻ സാധിക്കുമോ? കരയുമല്ല വേണ്ടിയ, ശരീരത്തിൽ വേദനയാണ്, ചോര ഒഴിക്കുമോ, പക്ഷെ സന്തോഷം, വളരെയധികം റിജോയ്സിങ്. അതാണ് ഉള്ളിൽ നിന്ന് ബബിളായി പുറത്തു വരുന്ന ദൈവിക സന്തോഷം എന്ന് പറയുന്നത്. ഒരു ദൈവ പൈതലിന് വേണ്ടിയത് ആ ഒരു സന്തോഷമാണ്, ആ ഒരു ആനന്ദമാണ്, സാഹചര്യങ്ങൾ തരുന്ന സന്തോഷം അല്ല. ഹല്ലേലൂയ. ഇത് തന്നെ അനുഭവത്തിൽ കൂടെ പറയുന്ന ഒരു നമുക്ക് കാണാം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നത് 6-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും. 6-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, ഇൻ ഓൾ ദിസ് യു ഗ്രേറ്റ്ലി റിജോയ്സ്. ഇൻ ഓൾ ദിസ് എന്ന് പറയുമ്പോൾ അവിടെ വേദനയെക്കുറിച്ച് പറയുന്നു, ദുഃഖത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം ഉള്ളപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ഗ്രേറ്റ്ലി റിജോയ്സ്. പത്രോസ് അവിടെ പറയാം, നിങ്ങൾ വളരെയധികം സന്തോഷിപ്പിൻ. പിന്നെ 8-ാം വാക്യത്തിൽ പറയാണ്, ഇൻഎക്സ്പ്രസിബിൾ ആൻഡ് ഗ്ലോറിയസ് ജോയ്. അതെന്തൊരു സന്തോഷമാണ്! വാക്കുകളും കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതും മഹത്വകരമായതും ആയ ഒരു ആനന്ദം. അതെന്തൊരു ആനന്ദമാണ്! അതാണ് പറയുന്നത് നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ മനസ്സിലാകാത്തതും ഒതുങ്ങാത്തതുമായ ദൈവിക സന്തോഷം. ആ സന്തോഷം ഞാൻ വിശ്വസിക്കുന്നത് അത് ലഭിക്കാൻ ഒരു പ്രത്യേകതരം ഒരു അഭിഷേകം തന്നെ വേണം. എനിക്കങ്ങ് എൻ്റെ മനസ്സിൽ, എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയാണ്. കാരണം ദൈവവചനത്തിൽ ആ ഒരു അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തനം 45-ൽ കോരഹപുത്രന്മാർ പറയുന്ന ഒരു അഭിഷേകമാണ്. എന്താണെന്നറിയോ? ആനന്ദതൈലം കൊണ്ടുള്ള അഭിഷേകം. അനോയിൻറ്റിങ് വിത്ത് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്. അത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ അതിനെ വീണ്ടും എടുത്തു പറയുന്നു. അനോയിൻറ്റിങ്
വിത്ത് ദി ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ആനന്ദ തൈലം കൊണ്ടുള്ള ഒരു അഭിഷേകത്താൽ ഈ 2026 ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം നമ്മൾക്ക് എല്ലാവർക്കും വേണം. ഞാൻ വിശ്വസിക്കുന്ന പൗലോസിന് ആ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. അഭിഷക്തനായ ഒരു ദൈവമനുഷ്യനാണല്ലോ. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, പൗലോസ് പറയുന്ന കാര്യമാണ് സന്തോഷിപ്പിൻ, വീണ്ടും ഞാൻ പറയുന്നു എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ, വീണ്ടും ഞാൻ പറയുന്നു സന്തോഷിപ്പിൻ, അല്ലേ? റിജോയ്സ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. ഇത് പൗലോസ് നമുക്കറിയാം എപ്പോഴാണ് പറയുന്നത്? റോമൻ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ എഴുതിയ ഒരു കാര്യമാണ്. ചോദ്യം ഇതാണ്, റോമൻ കാരാഗ്രഹത്തിൽ പൗലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അവിടെ വേറെ പ്രിസണേഴ്സൊക്കെ ഇല്ലായിരുന്നോ? ഒത്തിരി പേരുണ്ടായിരുന്നു, വേറെ പലരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരേ സാഹചര്യത്തിലാണ്. ആ റോമൻ കാരാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ജയിൽ പോലല്ല. അത് അന്ന് ഭൂമിക്കടിയിൽ ദുർഗന്ധം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ, ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു കാരണവശാലും ഒരു തരത്തിലും സന്തോഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതിനകത്ത് ഈ പലര് കിടപ്പുണ്ട്. അവരെല്ലാവരും കരയുമ്പോൾ അതേ സാഹചര്യത്തിലിരുന്ന് ഒരാൾ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു ആനന്ദത്താൽ നിറയുകയും അത് മാത്രമല്ല അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് അത് പകരുക. പറയാണ് എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങളെല്ലാവരും സന്തോഷിക്കണം. പ്രിയ ദൈവമക്കളെ, ആ ഒരു അഭിഷേകം നമ്മൾക്ക് വേണം. ഈ 2026 നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെല്ലാം ഓക്കെയായി വരണം എന്നില്ല. പ്രശ്നങ്ങൾ വരുമ്പോഴും ഏതൊരു സാഹചര്യത്തിലും ഈ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, ഈ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം, ഈ യഹോവയുടെ ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ജോയ്ഫുള്ളായിട്ടുള്ള ഒരു 2026 നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. ചിലപ്പം ഉപവാസം ഇരിക്കണം എന്നുള്ളൊരു പ്രേരണ ലഭിക്കുകയാണെങ്കിൽ ഉപവാസം ഇരുന്ന് അതിനായിട്ട് പ്രാർത്ഥിക്കണം. പക്ഷേ ആ ഒരു അഭിഷേകം നമുക്ക് വേണം. ഹല്ലേലൂയ. ആ ഒരു പ്രത്യേകതരം ഒരു സന്തോഷത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.